പോലെ പുതപ്പിനകത്ത് കിടന്ന് വൃത്തികേട് കാണിച്ച് ഇതൊക്കെയാണോ നമ്മൾ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ? സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പൊരിക്കുമ്പോൾ അവൾ എന്താണെന്നുള്ളത് നമുക്കും മനസ്സിലാവും. Of course, I am supporting Adila and Noora. I think they're very entertaining. Anisha Tum, Anmol Tum, Adila, Noora, and Shanawasaka, maybe Akbar. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ. ഇറ്റ്സ് എൻ്റർടൈനിങ്. ഈ ഒരു വർഷം എൻ്റർടൈനിങ് ആയി എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഐ എം എ ഫാൻ ഓഫ് സം ഓഫ് ദ കണ്ടസ്റ്റൻസ്. Of course, I am supporting Adila and Noora. I think they're very entertaining. Pala reasons in them. And Giselle also, she's very entertaining as well. Yeah. Adila Noora vishayattil lesbian couples. I am just will always support them. So that's what I have to say. അല്ല തെറ്റായിട്ടുള്ള ഒരു പരാമർശമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. No comment. I will always support the underdog. So yeah. അഖില, നൂറ ഉണ്ട്, ജിസൽ ഉണ്ട്, പിന്നെ പ്രവീൺ ഇപ്പം വയൽക്കാടായിട്ട് കയറി ഫ്രണ്ടാണ്. നോട്ട് ഫുള്ളി ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ്. I am a strong supporter of Akhila Noora, so that's what I have to say. ആളാണ്. പിന്നെ ആദില നൂറേനൊക്കെ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആദില നൂറയ്ക്ക് ലക്ഷ്മിയുടെ പ്രസ്ഥാനം അതെ അതെ. അത് നമ്മളിപ്പോൾ സിനിമ വന്നതല്ലേ, അപ്പോൾ ഇത് അല്ല, അത് ആക്ച്വലി എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ്. കാരണം അവരത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു നിലയിലെത്തിയ ആൾക്കാരാണ്. അവരും നല്ല ജോലിയുള്ള ആൾക്കാരാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ ഒട്ടും എനിക്ക് യോജിക്കാനേ പറ്റില്ല. പിന്നെ എല്ലാം ഗെയിമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു എനിക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല, ബിഗ് ബോസിൻ്റെ കാര്യം ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്, അതിനകത്ത് അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ലക്ഷ്മി പറഞ്ഞത്, അനീഷ് അടിപൊളിയാണ്. നെഗറ്റീവ് ചോദിക്കാണ്ട് പോസിറ്റീവ് ചോദിക്കാം. അനീഷിന്റെ പെർഫോമൻസ്, അനീഷ് നല്ലതാണ്. അനീഷ് എന്താ പറയുക, ഫസ്റ്റ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. പക്ഷേ എന്നാലും പുള്ളി ഏറ്റവും അതിലും മൈൻഡ് ഗെയിം കളിക്കുന്ന ആൾ അനീഷാണ്. അനീഷൊക്കെ പഠിക്കണമെന്നാണ് എൻ്റെ എങ്ങനെ. അനീഷ് എത്തും, അനുമോൾ എത്തും, ആദില, നൂറ ആൻഡ് ഷാനവാസക, മേബി അക്ബർ. ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഇടിയും വഴക്കും അത്ര ഇഷ്ടമല്ല. എനിക്ക് ശാന്തമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കും, അത് കേട്ടിരിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ അപർണയുടെ സീസണിൽ ഉൾപ്പെടെ ഇപ്പോൾ പൊളിറ്റിക്കലി സോഷ്യലി അവെയർ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി ബിഗ് ബോസ് ഷോയിൽ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റാവുന്ന സീസണാണ് 7ാമത്തെ സീസൺ എന്ന് തോന്നുന്നുണ്ട് ഫോർ ഷുവർ. കാരണം നമ്മൾ ഇറ്റ്സ് ലൈക്ക് ദ റിയാലിറ്റി. നമ്മൾ എങ്ങനെയാണോ ഒരു കപ്പലായിട്ട്, ഒരു ലെസ്ബിയൻ കപ്പലായിട്ട് ജീവിക്കുന്നത്, അതിൻ്റെ റിയാലിറ്റിയാണ് നമുക്ക് ഈ ഒരു ഷോ വെച്ച് കാണാൻ പറ്റുന്നത്. അവരൊന്നും ഹൈഡ് ചെയ്യുന്നില്ല. അവരുടെ വീട്ടിലെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഷോയിലും. സോ വി ക്യാൻ സീ ദാറ്റ് നോർമലാണ്. ഇറ്റ്സ് ലൈക്ക് എ നോർമൽ റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്. നമുക്ക് അതങ്ങനെ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ. ഇറ്റ്സ് നോട്ട് ടോക്ഡ് അബൌട്ട്, ഇറ്റ്സ് നോട്ട് ഷോൺ ഇൻ ദ പബ്ലിക് മീഡിയ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ വിൻഡോ ഇൻ ടു റിയാലിറ്റി. ആൻഡ് ആരാണ് പ്രിയപ്പെട്ട ഗെയിമർ? അതിലെ നൂറ് തന്നെ ഇഷ്ടമാണ്. അനീഷ് ഇസ് വെരി എന്റർടൈനിങ് ഓൾസോ. കുറേ നല്ല പ്ലെയേഴ്സ് ഉണ്ട് ഈ വർഷം. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചർച്ചകൾ വരും, ഒരുപാട് കോൺട്രവേഴ്സീസ് വരും. ഞാൻ തന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അങ്ങനത്തെ എപ്പോഴും വരും. ഇത് മാറും, ഇത് ശരിയാവും, ചിലപ്പോൾ ഇതിലും നെഗറ്റീവ് വരും. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ബിഗ് ബോസ്. ഇപ്പോൾ പൊതുവെ ലക്ഷ്മി ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ ക്യാരക്ടർ, റിയൽ ക്യാരക്ടർ എന്താണെന്ന് ഓഡിയൻസിന് അല്ലെങ്കിൽ അതിലുള്ള മറ്റുള്ള അതിനകത്ത് എല്ലാവരുടെയും റിയൽ ക്യാരക്ടർ 2 ദിവസം കഴിയുമ്പോൾ പുറത്ത് വരും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ഇത് ബേജാറാവുകയും വേണ്ട. സംഭവം എന്തായാലും വരും. അത് ഇപ്പോൾ എല്ലാവരും മാന്യന്മാരൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ഓരോരോ മോശ സ്വഭാവങ്ങളുണ്ടാവും. അതുപോലെ അവൾക്കുണ്ട്. അത് ജനങ്ങൾ ബിഗ് ബോസിൽ കൂടെ എല്ലാവരും ജനങ്ങളും കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് അങ്ങനെ മോശ സ്വഭാവമാണെങ്കിൽ ജനങ്ങൾ കാണട്ടെ. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ, അതങ്ങനെ പോട്ടെ. ഇതാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. കോൺട്രവേഴ്സികളില്ലാത്ത ഏതെങ്കിലും സീസൺ ഉണ്ടോ? ഇല്ല. സോ കോൺട്രവേഴ്സീസ് ഉണ്ടാവും. അതങ്ങനെ വരട്ടെ. അതാണ് ബിഗ് ബോസ്. അവർക്കും വേണ്ടത് തന്നെയാണ്. ഇല്ല, ഞാനതിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവൾക്ക് എന്ത് പറ്റിയത് അങ്ങനെ പറഞ്ഞതുപോലെ എനിക്കറിയില്ല. പക്ഷേ അവളെന്തായാലും സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പൊരിക്കുമ്പോൾ അവൾ എന്താണെന്നുള്ളത് നമുക്കും മനസ്സിലാവും. എനിക്കതിനെക്കുറിച്ച് ഞാൻ ഞാൻ ബിഗ് ബോസ് കാണുന്നില്ല. ഇന്നലെ എന്തുകൊണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. എന്തോ ഇപ്പോൾ ആരുടെ രാവിലെ വന്നിട്ട് മീഡിയ ചോദിച്ചു. ഇന്നലെ ആരും അതൊക്കെ എനിക്ക് സംശയം. അതെന്താ അവർ പ്രതികരിക്കാൻ? കാരണം ഞാനങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്, വേറെ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പം ഹൗസ് മൊത്തം ഒറ്റക്കെട്ടായിട്ട് തന്നെ എതിർത്തു.
പക്ഷേ ഇവർ ആരും ഒന്നും മിണ്ടുന്നില്ല, എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ എല്ലാം ക്ലിയർ ആവും. നമുക്ക് ഈ സാറ്റർഡേ ഇപ്പം ലാലേട്ടൻ്റെ സീസൺ ആണല്ലോ ഇത്. സാറ്റർഡേ സൺഡേ നമ്മൾ ലാലേട്ടൻ്റെ സീസൺ ഇതാണ്. ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടും. എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്, ശരിയാണെങ്കിൽ ഓക്കെ, തെറ്റാണെങ്കിൽ ശിക്ഷ കിട്ടട്ടെ. തെറ്റുകൾ മനുഷ്യർക്ക് പറ്റാം, ആ തെറ്റ് അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടട്ടെ. കുട്ടികളെ പോലെ പുതപ്പിനകത്ത് കിടന്ന് വൃത്തികേട് കാണിച്ച് ഇതൊക്കെയാണോ നമ്മൾ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ? ഇപ്പം നീ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ കയറി പുരുഷനെ കേസ് കൊടുക്കുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ചർച്ചയാവും അല്ലേ? അതിൻ്റെ 10 ഇരട്ടി ചർച്ചയാവും ബിഗ് ബോസിനകത്ത് ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ എന്ത് വൃത്തികെട്ട പരിപാടിയാണ്. അപ്പം അങ്ങനെയുള്ള ചന്ത ഗെയിമുകളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അത് നടക്കുന്ന പരിപാടിയല്ല. അതിനകത്ത് ഇപ്പോൾ എത്ര PR വിളിപ്പിക്കാൻ നോക്കിയാലും നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പേര് പറഞ്ഞു, എൻ്റെ അറിവിൽ നല്ല ലക്ഷങ്ങളുടെ PR ഉണ്ട്. അതായത് വിന്നിങ് എമൗണ്ടിൻ്റെ പകുതി കൊടുത്ത PR ടീംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും?